GFTHS ഫോർ ബോയ്സ് മടപ്പള്ളി 92-93 വർഷം GVHSS സഹപാഠി കൂട്ടായ്മ ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും ജനറൽ ബോഡി യോഗവും സംഘടിപ്പിച്ചു. കാരക്കാട് MLP സ്കൂളിൽ നടന്ന ചടങ്ങ് VP പ്രഭാകരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഒരു വിദ്യാലയം നമുക്ക് തന്ന ഒരു വെളിച്ചം ഒരുപക്ഷെ നമ്മുടെ മക്കളിലേക്ക് ഒരു പ്രകാശമായ ഒരു വെളിച്ചമായി നമ്മൾ എങ്ങനെയാണ് നൽകുന്നത് എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ മനസ്സിൽ വെളിച്ചമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആളുടെ മുഖത്തേക്ക് ആ വെളിച്ചം പകർന്നു കൊടുക്കാൻ കഴിയും. പലപ്പോഴും നമ്മൾ അങ്ങനെയല്ല. നമ്മളെപ്പോഴും നമ്മളെ തന്നെയാണ് കാണുന്നത്. അടുത്ത് നിൽക്കുന്ന അപരനെ, തൻ്റെ അപ്പുറം നിൽക്കുന്ന ഒരു സങ്കടത്തെ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റാറില്ല. ഒരിക്കൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ വന്നു. ആ ചെറുപ്പക്കാരൻ വളരെ വേവലാതിയോടുകൂടിയാണ് വന്നിരിക്കുന്നത്. അയാൾ ആ ഗുരുവിനെ കണ്ടിട്ട് പറഞ്ഞ കാര്യം ഇത്രയാണ്: എനിക്ക് ജീവിക്കാൻ പോലും താല്പര്യമില്ല. അത്രയധികം പ്രയാസങ്ങൾ, മനപ്രയാസങ്ങൾ കൊണ്ട് ഞാൻ വീർപ്പുമുട്ടുകയാണ്. എനിക്ക് പ്രയാസങ്ങളേ ഉള്ളൂ. മരിച്ചാൽ മതി എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങ് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കിത്തരണം എന്ന് ഗുരുവിനോട് പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ വേവലാതിപ്പെട്ട് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ചെറുപ്പക്കാരനോട് ആ ഗുരു പറഞ്ഞു, ഇവിടെ ഒരു കണ്ണാടി കാണുന്നുണ്ടല്ലോ, ആ കണ്ണാടിയിലേക്കൊന്ന് നോക്കാമോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചെറുപ്പക്കാരൻ കണ്ണാടിയിലേക്ക് നോക്കി. കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ അയാളെ തന്നെയാണ് കാണുന്നത്. അയാളെ തന്നെ ഇതുവരെ അയാളെ തന്നെയാണ് അയാൾ കണ്ടുകൊണ്ടിരുന്നത്. മറ്റൊന്നും അയാൾ അറിയില്ലായിരുന്നു. എന്താണ് കാണുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്നെ തന്നെയാണ് കാണുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഗുരു പറഞ്ഞു, അപ്പുറം ഒരു ജനൽച്ചില്ലുണ്ട്, നോക്കിയാൽ പുറത്തേക്കാണെന്നാണ്, അതിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞു. അയാൾ കണ്ണാടിക്ക് തൊട്ടപ്പുറത്തുള്ള ജനൽച്ചില്ലിലൂടെ നോക്കിയപ്പോൾ ഗുരു ചോദിച്ചു, എന്താണ് കാണുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, വേനൽ കൊണ്ട് തിളക്കുന്ന ഒരു തെരുവാണ് ഞാൻ കാണുന്നത്. അവിടെ ധാരാളം ആളുകളുണ്ട്. ഒരു ബസ് വന്ന് നിൽക്കുന്നു. അവിടെ ബസ്സിൽ നിന്ന് ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് വെയിൽ കൊള്ളാതിരിക്കാൻ തൻ്റെ സാരി തരപ്പ് കൊണ്ട് മറച്ച് പതുക്കെ പുറത്തേക്ക് വരുന്നു. ഒരു വൃദ്ധനായ മനുഷ്യൻ, അയാൾക്ക് വളരെ പ്രയാസമുണ്ട് ആ ബസ്സിലേക്ക് കയറാൻ. ഒരാളുടെ കൈ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് അതിലേക്ക് കയറാൻ ശ്രമിക്കുന്നു. ആരും അത് കണക്കാക്കുന്നില്ല. വലിയ തിരക്കാണ്. അപ്പുറം ഒരു യാചകൻ, ഒരു കാല് നഷ്ടപ്പെട്ട ഒരാൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അയാൾ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു പാത്രം നീട്ടിയിട്ട് എന്തെങ്കിലും തരുമോ എന്ന് ഉറക്കെ ചോദിക്കുന്നതും ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇതൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ആ ഗുരു പറഞ്ഞു, നിങ്ങൾ ഇതുവരെ എപ്പോഴും കണ്ണാടി മാത്രമേ നോക്കുന്നുള്ളൂ. നിങ്ങൾ ഒരിക്കലും പുറത്തേക്ക് നോക്കിയിട്ടില്ല. നമ്മളെ തന്നെ നോക്കുമ്പോൾ, നമ്മുടെ മാത്രം പ്രശ്നങ്ങൾ മാത്രം അറിയുമ്പോൾ നിങ്ങൾക്ക് ജീവിക്കാൻ ഒരുപാട് പ്രയാസം നേരിടും എന്ന് പറഞ്ഞു. സെക്രട്ടറി പത്മനാഭൻ കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് ബാബു അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ വിട്ടുപിരിഞ്ഞ കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിച്ചവർക്കും സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയും ULCCS ചെയർമാനുമായ രമേശൻ പാലേരിക്കും അനുശോചനം രേഖപ്പെടുത്തി കമ്മിറ്റി ട്രഷറർ അരവിന്ദൻ മാസ്റ്റർ സംസാരിച്ചു. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കമ്മിറ്റി ഭാരവാഹികളായ മനോജൻ VP, രജീഷ് KV, റഹീം എന്നിവർ സംസാരിച്ചു. ചടങ്ങിന് സിദ്ദിഖ് താമരക്കുളത്തിൽ നന്ദി പറഞ്ഞു. യോഗത്തിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. സെക്രട്ടറിയായി പത്മനാഭൻ കെ, പ്രസിഡന്റായി ബാബു, ട്രഷററായി അരവിന്ദൻ മാസ്റ്റർ, ജോയിന്റ് സെക്രട്ടറിയായി രജീഷ് PM, വൈസ് പ്രസിഡന്റായി ഷൈജു, മനോജ് PP, വിനു TP, മീഡിയ വിഭാഗം കൺവീനറായി സിദ്ദിഖ് താമരക്കുളം എന്നിവരെയും തെരഞ്ഞെടുത്തു.